ശരി തന്നെയാണ്. നമുക്കവിടെ പോകാൻ പറ്റുമോ? മലക്കുകൾ എന്ന് പറയാം ഏത് മലക്കാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു അത്രേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ സഅലനി അൻഹു ഇല്ലാ അൻത യബ്ന മസ്ഊദ്. ശ്രദ്ധിക്ക്. ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് ആരെയാണ്? നമുക്കൊക്കെ ഒരു മനസ്സിൽ ആശങ്കയാണ്. ഈ സഹോദരങ്ങളെ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരല്ലേ? ഞാൻ ഈ പറയുന്ന വിഷയം നമ്മൾ ഇന്ന് മരിച്ചാൽ നാളെ നമ്മുടെ ഖബറിൽ രാവിലെ കാണാനുള്ളതാണ്. ഞാൻ ഇന്ന് മരിച്ചാൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ ജനാസ മറവാടും. തീർച്ചയായും നാളത്തെ വൈകുന്നേരത്തിലേക്ക് എന്റെ ജനാസ വെക്കൂല. തീർച്ചയായും എന്റെ വല്യുപ്പ ശൈഖുനാ തഴവാ ഉസ്താദ്, മർഹൂം തഴവാ ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. വലിയ സാത്വികരായ വ്യക്തിയാണ്. കേരളക്കര എന്നല്ല ലോകം കണ്ട ഏറ്റവും വലിയ അത്യുന്നത വ്യക്തിയാണ്. മരണപ്പെട്ടു. 2.5 മണിക്കൂർ സമയം അദ്ദേഹം ജനാസ വെച്ചുള്ളൂ. എന്തിനു വേണ്ടി? അദ്ദേഹം കുഴിച്ച് നേരത്തെ തന്നെ തയ്യാർ ചെയ്തു വെച്ച ആ ഖബറിലെ മണ്ണൊന്ന് നീക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സമയം. ആളെ വിളിച്ചു, അതൊന്ന് മണ്ണൊന്ന് മാറ്റി 2.5 മണിക്കൂർ കൊണ്ട് അടക്കി കഴിഞ്ഞു. മയ്യിത്ത് നിസ്കരിച്ച് അടക്കി കഴിഞ്ഞു. ലോകം കണ്ട ഒരു അത്യുന്നത പണ്ഡിതന്റെ ജനാസ കൊണ്ടുവന്നടക്കിയത് നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിലെ കൊച്ചു കുറ്റിപ്പുറം തഴവാ കുറ്റിപ്പുറത്തുള്ള ഒരു മഖബറയുടെ കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ചിന്തിച്ചു നോക്ക്. നേരത്തെ തന്നെ ഖബർ ജീവിതത്തിൽ തന്നെ തയ്യാർ ചെയ്തു വെച്ചതാണ്. അതിനുവേണ്ടി ഖബറിന്റെ മുകളിലിടുന്നതാകുന്ന സ്ലാബ്, ആ സ്ലാബ് വാർക്കുന്നതിന് വേണ്ടി തന്നെ അതിനുവേണ്ടിയുള്ള മെറ്റിൽ ഇറക്കിയിട്ട് ഓരോ മെറ്റിലും 11 ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതി മന്ത്രിച്ചിട്ട് മാറ്റിയിട്ടു. എന്തിനു വേണ്ടി? ഖുർആൻ ഓതിയതാകുന്ന സ്ഥലത്തേക്ക് പുഴുക്കൾ വരികയില്ല, എഴുത്തുക്കൾ സ്പർശിക്കുകയില്ല എന്നുള്ള പരിശുദ്ധ റസൂലിന്റെ അധ്യാപനം നിർത്തി. ഖബറിന്റെ മേളിൽ സ്ലാബ് ഇടുവല്ലോ, ആ ഇടുന്ന സ്ലാബ് വറക്കുന്നതിന് വേണ്ടി അതിലിറക്കിയതാകുന്ന മെറ്റിലിൽ ഓരോ മെറ്റിലിന്റെ കഷ്ണവും എടുത്തിട്ട് 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി അതിൽ ഊതി മന്ത്രിച്ച് മാറ്റിയിടുക. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഖബർ ഞാൻ വേണ്ടി റെഡിയാക്കി തരാം. അദ്ദേഹത്തിന്റെ ഭാര്യയോട്, എന്റെ വല്ലുമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ ഖബർ ഞാൻ റെഡിയാക്കി തരാം. പക്ഷെ ഇതേപോലെ എന്ത് ചെയ്യണം? ഓരോ മെറ്റിലും എടുത്തിട്ട് 11 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് വീതം ഊതി മാറ്റി. അങ്ങനെ രണ്ടുപേരും അങ്ങനെ ചെയ്തു. അവർക്ക് രണ്ടുപേരുടെയും ഖബറിനുള്ള സ്ലാബ് നേരത്തെ വാർത്ത് തയ്യാർ ചെയ്ത് മരണത്തിന് വേണ്ടി തയ്യാറെടുത്തു. രണ്ടുപേരും മരണപ്പെട്ടു പോയി. അല്ലാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതിന് തൊട്ടുചാരെ തന്നെ എന്റെ മാമ ബഹുമാനപ്പെട്ട സാജുദ്ദീൻ മൗലവി, അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ മുഴുവൻ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഈ സമയത്ത് നമ്മൾ അതൊക്കെ ഓർക്കേണ്ടവരാണ്. കാരണം നമ്മൾ പോയി കിടക്കേണ്ടതാണ് ഖബർ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ആദ്യമായി ഖബറിൽ അഭിമുഖീകരിക്കേണ്ടത് ആരെയാണ്? മലക്കുകളെയാണെന്ന് നിങ്ങൾ പറഞ്ഞു. മലക്കുകളെയാണ്. പക്ഷേ ഏത് മലക്കാണ് ആദ്യം വരുന്നത്? പലരും കരുതിയിരിക്കുന്നത് ഖബറിൽ വരുന്നത് മുൻകർ നക്കീർ അലൈഹിസ്സലാം മാത്രമാണെന്നാണ്. പക്ഷേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആദ്യമായി ഖബറിലേക്ക് വരുന്നത് മുൻകർ നക്കീർ അലൈഹിസ്സലാം അല്ല. ആദ്യമായി ഖബറിലേക്ക് വരുന്നതിനെ കുറിച്ച് നബി തങ്ങൾ പറയുന്നു, ആദ്യമായിട്ട് ആരാണ് വരുന്നത് എന്നോട് ചോദിച്ചതാകുന്നു ഇബ്നു മസ്ഊദേ, മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ്. ആ ചോദ്യം എന്നോട് ചോദിച്ചത് നീ മാത്രമാണ്. ആദ്യമായിട്ട് എന്നോട് ചോദിച്ചത് നീ തന്നെയാണ്. അതുകൊണ്ട് ഞാനിതാ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇബ്നു മസ്ഊദേ, ഈ ഹദീസ് ഇമാമിങ്ങൾ ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവ്വലു മാ യദ്ഖുലുൽ മയ്യിതു ഇദാ ദഖല ഖബറഹു ഇസ്മുഹു. ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ഖബറിലേക്ക് വരുന്നത് റൗമാൻ എന്ന മലക്കാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആദ്യം ആരാ വരിക? റൗമാൻ എന്ന മലക്ക്. ഇതൊക്കെ പഠിച്ചു വെച്ചോ. അല്ലാതെ ഇദ്ദേഹം ഒരാൾ വരുമ്പോഴത്തെ നിങ്ങളുടെ പേര് മുങ്കറാന്നോണം ചോദിക്കാൻ നിൽക്കണ്ട. റൗമാൻ എന്ന മലക്കായിരിക്കും ആദ്യമായി ഖബറിലേക്ക് കടന്നു വരിക. മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലാത്തൊരു കോലമാണ്, രൂപമാണ്, ഭാവമാണ് റൗമാൻ എന്ന മലക്കിനെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ മലക്കിന്റെ ജോലി എന്താണ്? ആ മലക്ക് വന്നുകൊണ്ട് അവനോട് പറയുമത്രേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമേ, ഉക്തുബ് അമലക, നിന്റെ അമലിനെ നീ രേഖപ്പെടുത്തണേ. നിന്റെ അമല് നീ രേഖപ്പെടുത്തണം. എല്ലാം രേഖപ്പെടുത്തണം. നന്മയും തിന്മയും സർവ്വതും രേഖപ്പെടുത്തണം. നന്മ മാത്രം പോരാ, തിന്മയും രേഖപ്പെടുത്തണം. നമുക്ക് നന്മയാണോ കൂടുതൽ തിന്മയാണോ ചിന്തിക്കും. അള്ളാഹു നമ്മളെ നന്മകൾ അധികരിച്ച കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. പ്രത്യേകിച്ച് 40 പേര് കൂടുന്നിടത്ത് ഇജാബത്തുണ്ടെന്നാണ്. ഇതിപ്പോ എത്ര പേരുണ്ട്? അൽഹംദുലില്ലാ. അതുകൊണ്ട് സ്വീകരിക്കപ്പെടും തീർച്ചയാണ്. ദുആ ചെയ്തിട്ടേ പിരിയാവുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇന്ന് ലാസ്റ്റ് സമാപന ദിവസം, നാളെ ഞായറാഴ്ചയാണ്. സുഖമായിട്ട് ഇതെല്ലാം കഴിഞ്ഞു പോയൊന്ന് വേണേ സുബഹി കഴിഞ്ഞിട്ട് ഉദയം കഴിഞ്ഞ് കുറച്ചു നേരം ഉറങ്ങുകയും ചെയ്യാം. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുള്ളൂ. ഇതുപോലൊരു സദസ്സ്. നമ്മൾ കളിതമാശ പറയൂലല്ലോ, ഖുർആനും ഹദീസും ഓതിയല്ലേ പോകുന്നത്. അതുകൊണ്ട് ചിന്തിക്ക് നമ്മുടെ നന്മയിലേക്ക് നമ്മൾ മുതൽ കൂട്ടാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു റൗമാൻ. ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിൽ വെക്കുമ്പോ കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട സഹോദരി, നിന്നെ പള്ളിയുടെ 6 മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് വെച്ചിട്ട് കുടുംബാദികൾ മൂടുകല്ല് വെച്ചിട്ട് തിരിച്ചു പോകുമ്പോ അതാ ഖബറിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് റൗമാൻ എന്ന മലക്കാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ്, ഉക്തുബ് അമലക, നിന്റെ അമലെല്ലാം എഴുതണേ. മഹ്ശറയിലേക്കൊന്നുമല്ല, ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങാൻ. നീ ഇതുവരെ ചെയ്ത, പ്രായപൂർത്തി എത്തിയ സമയം മുതൽ നീ ചെയ്തതാകുന്ന സർവ്വ നന്മ തിന്മകളും വേഗം എഴുതി. കൽപ്പനക്രിയയാണ്. വേഗം എഴുതി. അബ്ദുല്ലാ, അള്ളാന്റെ അടിമയെ വേഗം എഴുതാൻ പറയും. വല്ല പേനയുണ്ട്, കടലാസുണ്ട്, ഒരു സംഭവം ഇല്ല. ഖബറിലല്ലേ ഇരിക്കല്ലേ. ഇപ്പൊ ഇവിടെ വെച്ചാണെങ്കിൽ നമ്മൾ എഴുതാൻ പേപ്പറും പേനയും നിങ്ങളുടെ വാങ്ങി എഴുതാന്ന് പറയാം. ഖബറിനകത്ത് പോയി ഒറ്റയ്ക്ക് കിടക്കാണ്. എവിടെ പേനയും പേപ്പറും ഒന്നുമില്ല. ഖബറിൽ കിടക്കുന്നതാകുന്ന സഹോദരിമാരെ വിളിച്ചു പറയും മാത്രേ, യാ മലക്, അല്ലയോ മലക്കേ, യാ മലക് റൗമാൻ, അല്ലയോ റൗമാൻ എന്ന മലക്കേ, മമഈ ദവാതുൻ വലാ ഖിർതാസ്, എന്റെ കയ്യിൽ മഷിക്കുപ്പിയില്ല, എന്റെ കയ്യിൽ കടലാസില്ല. ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? പേനയില്ലല്ലോ, കടലാസില്ലല്ലോ. അപ്പോഴാണ് ആ മലക്ക് വിളിച്ചു പറയുന്നത്, റൗമാൻ എന്ന മലക്ക് പറയുകയാണ്, കഫനുക ഖിർതാസുക വയസ്ബഉക ഖലമുക വമിദാദുക റീഖുക. നിന്റെ കഫൻ പുടയില്ലയോ? 3 തുണി കഫൻ പുട നിന്റെ പ്രിയപ്പെട്ട മക്കള് നിനക്ക് വേണ്ടി നൽകിയല്ലയോ? ആകെ കൂടെ നീ ഖബറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കഫൻ തുണിയാണ്. 20,000 40,000 കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളർ ദുനിയാവിൽ സമ്പാദിച്ചവനല്ലയോ? കോടിക്കണക്കിന് ധനമുള്ള മനുഷ്യനല്ലയോ? ഇന്ന് ഖബറിലേക്ക് നീ വരുമ്പോ വെറും കയ്യോടെയല്ലയോ വന്നിരിക്കുന്നത്? നിനക്ക് കഫൻ തുണിയല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. കാതില് സ്വർണ്ണാഭരണമണിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, കൈവെള്ളയിലതാ മോതിരമണിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, കൈകാലുകളിൽ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മൂടി പുതച്ചുകൊണ്ട് കല്യാണ ആർഭാടങ്ങൾ കാണിച്ചതാകുന്ന താച്ചേമുക്കിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഖബറിലേക്ക് പോകുമ്പോ നിനക്കൊന്നുമില്ല. 3 തുണി കഫൻ പുടവ മാത്രമാണ്. ആ കഫൻ പുടവ മാത്രമാണ്. ആ കഫൻ പുടവയെ നോക്കിക്കൊണ്ട് മലക്കുൽ മൗത്ത് പറയുകയാണ്, കഫനുക ഖിർതാസുക, കടലാസിദ,
നിന്റെ കഫൻ തുണിയാണ്. ഇനി നിനക്ക് പേനയില്ല എങ്കിൽ, ഇനി നിനക്ക് മഷിയില്ല എങ്കിൽ, ഇതാ മഷി ഞാൻ നിനക്ക് നൽകാൻ പോയാണ്. വയസ്ബൗക ഖലമുക വമിദാദുക റീഖുക. നിന്റെ വായിലേക്ക് നിന്റെ വിരലെന്നുടനെ നിന്റെ വായിലൂടെ നുരയുണ്ടല്ലോ, പതയുണ്ടല്ലോ, ആ വായിലൂടെ തത്തിക്കളിക്കുന്നതാകുന്ന നുരകളും പതകളുമാണ്, ഉമനീരാണ് നിന്റെ മഷിക്കുപ്പി. നിന്റെ വിരലിന്റെ തുഞ്ചമാണ് പേന. ആ പേനയാകുന്ന നിന്റെ വിരൽ കൊണ്ട് നിന്റെ വായിലൂടെ ഒഴുകി നടക്കുന്ന ഉമനീരിലേക്ക്, മഷിയിലേക്ക് മുക്കിക്കൊണ്ട് കഫൻ പുടയിൽ നീ എഴുതണേ. അല്ലാ അല്ലാ ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബാ, സഹാബത്തേ, സഹാബത്തേ, ഒരു വല്ലാത്ത രംഗമാണ്, ഭീതിതമായ അന്തരീക്ഷമാണ്. ഒരാൾ പോലും തുണയില്ല. ദുനിയാവിൽ ഒരു പേജ് പോലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു എസ്സേ എഴുതി തീർക്കാത്ത മനുഷ്യനാണ്. അവന്റെ പ്രായപൂർത്തിയെത്തിയ സമയം മുതൽ അവൻ ആ മരിക്കുന്ന സന്ദർഭത്തിൽ വരെ ചെയ്തതാകുന്ന സകല തിന്മകളും നന്മകളും എഴുതാ തുടങ്ങുമത്രേ. എല്ലാം എഴുതണം, ഒന്നും വിട്ടുകൊടുക്കില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ, മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോടാ എസ് എഴുതുന്നും പറഞ്ഞു ടീച്ചർ പറഞ്ഞിട്ട് അള്ളാഹ് എഴുതാത്ത ഹയവാൻ ഇന്നിപ്പോ ഇവിടെ ഇരുന്ന് എഴുതേണ്ടി വരികയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, അവസ്ഥ ചിന്തിച്ചു നോക്ക് അവസ്ഥ. കബറിൽ ഇരുന്നുകൊണ്ട് എഴുതാൻ, ഒറ്റയ്ക്ക് കബറിൽ നിന്ന് എഴുതാൻ, കഫൻ പുടവിലേക്ക് എഴുതണം, ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് എഴുതണം മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ കബറിൽ നടക്കാൻ പോവാണ്, കബറിൽ സംഭവിക്കുന്നത്. അത് ഇങ്ങനെ ഒരു മലക്കിനെ പറ്റി നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം. മുങ്കരൻ നക്കീർ എന്നൊക്കെ ഇതുവരെ നമ്മൾ കേട്ടു. ഇതേതാണ്? ഇത് പുതിയതാണല്ലോ? പുതിയതല്ല, ഇത് പഴയത് തന്നെയാണ്. പക്ഷെ നമുക്ക് പുതിയതാണ്. നമ്മളിപ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. ആദ്യമായി കബറിൽ വരുന്ന മലക്കിന്റെ പേര് ഇസ്മുഹു റൗമാൻ. റുമ്മാൻ പഴമല്ല, അതാ നമ്മൾ കഴിച്ചിട്ടുള്ളത്, നമുക്കതേ പരിചയമുള്ളൂ. റൗമാൻ മലക്കിന്റെ പേര്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മലക്ക് വന്നുകൊണ്ട് എഴുതാൻ പറയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. എല്ലാം എഴുതണം. ചെറുപ്പകാലഘട്ടം മുതൽ മുഴുവൻ പ്രായപൂർത്തി എത്തിയത് മുതൽ മരിക്കുന്ന സെക്കൻഡ് വരെയുള്ളത് മുഴുവൻ എഴുതാൻ പറയാം. ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ചെയ്ത് എഴുതാൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഓർത്തെടുത്ത് നമുക്ക് എഴുതാൻ കഴിയും. ഇന്ന് രാവിലെ നീ നേരം വെളുത്തത് മുതൽ ചെയ്തത് ഇതുവരെയുള്ളത് എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കഴിയും. അത് തന്നെ എന്താ ഉള്ള അമലൊന്നുമില്ല. രാവിലെ നേരം വെളുത്തു, എഴുന്നേറ്റ് എത്ര മണിക്ക്? 8 മണിക്ക് എഴുന്നേറ്റ്, സുബഹിയില്ല. പിന്നെ ളുഹർ നിസ്കരിക്കുന്നതിന്റെ സമയത്ത് നമ്മൾ കരുനാഗപ്പള്ളി പള്ളിയുടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ ളുഹർ നിസ്കരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കി കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും, അമലൊന്നും ഉണ്ടാവൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരുടെയും കാര്യമല്ല, ചില ആളുകൾ നന്നാവാനാണ് ഇത്തരത്തിലുള്ള വാഴ്. അള്ളാഹു അവരെയും നമ്മളെയും എല്ലാവരെയും സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, 15ാമത്തെ വയസ്സ് മുതൽ അന്ന് മുതൽക്കാണ് നിനക്ക് പ്രായപൂർത്തി എത്തി എന്ന നില